ആന ഉണ്ടായില്ല എന്നുള്ളത്. ആനയുണ്ടോ? ഇല്ല. 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 ഇപ്പൊ എന്റെ പേടി മാറിയിട്ട് വന്നപ്പോ കാട്ടിന്റെ ഉള്ളില് ഒരു ഏരിയ കിടക്കണേ നമുക്ക് പോയി കിടക്കാൻ സ്ഥലമുണ്ട്. വലിയ സെറ്റ് അതേമാതിരി വീടൊന്നും വലിയ സെറ്റില്ലെന്നുള്ളൂ. അത് മറ്റേ മാവിഞ്ചോടുണ്ട് താഴെ മാമലക്കടത്തിൽ തന്നെ അവിടെ ഉണ്ട് ഒരാളിയമ്പുള്ളി. കാട്ടിക്കൂടി നടന്നു തന്നെ ആ ചേട്ടന്മാർ തന്നെ സമ്മതിച്ചു തന്നെ ട്രൈബൽസ് ആയിക്കോളെ. ആനയെ കണ്ടെങ്കിൽ പറയും പുള്ളി ഓയ് ഞാനുണ്ട്. നടന്നു പോന്നേ വണ്ടി എത്തിയപ്പോ ഉണ്ടല്ലോ ഉണ്ടപ്പോ ഉണ്ട് കുഴപ്പമില്ല പ്രശ്നമുണ്ടോ? അറിയാം. ഓക്കെ 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 നമ്മയൊന്നും കാറ് പോയിട്ടുണ്ടാവും. ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എളമ്പളശ്ശേരി മാമലക്കണ്ണ റൂട്ടാണ്. മലയോര ഹൈവേ ആണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നൈറ്റാണ്. ഏകദേശം ഒരു 8-9 മണി സമയമായിട്ടുണ്ട്. എന്തായാലും നൈറ്റ് സമയത്താണ് കൂടുതലും ആനിമൽ സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ളത്. പക്ഷേ യാതൊരു ഉറപ്പുമില്ല, കാണുമില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ പരിചയമുള്ള ഡ്രൈവർ ഉള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകൾ കാണാം. പിന്നെ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ദയവായി ഫസ്റ്റ് പാർട്ട് കാണണമെന്ന് അപേക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടത് 2 മണിക്കൂർ യാത്രയുണ്ട്. സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന കുർത്തിയക്കുടി ട്രാവൽസ് കോളനി ഭാഗത്തുകൂടിയാണ്. ആക്ച്വലി എവിടെയാണ് എന്തൊന്നും യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷേ ഈ ഡ്രൈവറേടൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞാൻ എന്തായാലും എൻ്റെ ഓടി കൊടുക്കത്തിൽ വേറൊന്നുമല്ല. ശരിക്കും നമുക്ക് ആ കാടിൻ്റെയും പിന്നെ ഈ വണ്ടീൻ്റെ സൗണ്ട് കേട്ട് എൻജോയ് ചെയ്താണ് പോകും. നമ്മളൊരു മ്യൂസിക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നേച്ചറിൻ്റെ സൗണ്ടും പിന്നെ നമ്മുടെ ഈ ജീപ്പിൻ്റെ സൗണ്ടും കിട്ടങ്ങോട്ട് പോകാം. 24 കിലോമീറ്റർ വനയാത്രയേ ഉള്ളത്. പക്ഷേ ശരിക്കും ഒരു അഡ്വഞ്ചർ റൈഡാണ്. നല്ല കട്ട ഓഫ് റോഡാണ്. അതുപോലെ തന്നെ നമുക്ക് വരാം. പക്ഷേ നമ്മുടെ വണ്ടിയും കൊണ്ട് നൈറ്റ് ഒരിക്കലും നിങ്ങൾ വരരുത്. കാരണം വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വളരെ അപൂർവം ഭാഗത്തുള്ളൂ. നമ്മുടെ കുർത്തിക്കുടിയിൽ ട്രൈബൽ സ്കൂളിൻ്റെ ചില ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് കണ്ടായിരുന്നു. എന്തായാലും ഇതിലൂടെ റോഡ് വരുമ്പോഴത്തേക്കും പൊളിയായിരിക്കും കേട്ടോ, സൂപ്പറായിരിക്കുള്ളൂ. നമ്മുടെ മൂന്നാറിലേക്ക് പോകാനുള്ള ദൂരം നന്നായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കാഴ്ചയും കാണാം. ഞാൻ എൻ്റെ ഓടി നിർത്തി വരുന്നില്ല ശരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ശരിക്കും സൗണ്ട് കിട്ടാൻ എൻജോയ് ചെയ്ത് പോകാം. അതുപോലെ എൻ്റെ ജീവിൻ്റെ സൗണ്ട് പൊളിയല്ലേ. ഇലക്കകത്തുണ്ടാകുന്ന ഫംഗസ് പോലുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് പുഴുവായിരിക്കും നമുക്ക് കാണാൻ. അവിടെ ഇപ്പോഴോ നമുക്ക് ആവും ഇട്ടല്ലേ ആനേനെ ആണല്ലേ? രാത്രി 8:30 അവിടെ
പോസ്റ്റടിച്ചു. എന്റെ ദൈവം, ഈ കാട്ടിക്കൂടി നടന്നു തന്നെ ആ ചേട്ടന്മാരെ തന്നെ സമ്മതിച്ചു തന്നെ. ട്രൈബൽസ് ആയിക്കോളെ. ആനയെ കണ്ടെങ്കിൽ പറയും പുള്ളി എളുപ്പം. ഓയ് എങ്ങനെയുണ്ട്? നടന്നു പോന്നേ വണ്ടി എന്തിയപ്പോ? ഉണ്ടല്ലോ ഉണ്ട്. കുഴപ്പമില്ല, പ്രശ്നമുണ്ടാവും. ഓക്കെ ഓക്കെ. നമ്മക്കൊന്നും സാറേ പോയിട്ടുണ്ടാവും. നമുക്കെന്തായാലും ഭാഗ്യമുള്ള. ഷോട്ട് കൊടുക്കാം. പിന്നെ ഗോപ്രോ എടുത്തിട്ട് കാര്യം ഒന്നും കാണാൻ പറ്റൂല. ഗോപ്രോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കാണൂല ഇരുട്ടത്ത്. വണ്ടിയുള്ള ആളാ. വണ്ടി മറിക്ക് കൽവേലേക്ക് പോയിക്കോണം. ഇനി നടക്കുന്ന വിഷയമല്ലേ. അതല്ലേ ഞാൻ നടന്നു വണ്ടി വഴിക്ക്. വണ്ടി സമയത്തൊന്നും അവര് നടന്നു പോയിട്ടില്ല. അവിടെ മുകളിലേക്ക് കൂട്ടി പോകുമ്പോ പറയുമല്ലോ ആന കണ്ടിരുന്നെങ്കിൽ. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. അവരോട് ചോദിക്കട്ടെ ആന ഉണ്ടായില്ലെന്നോ. കുഴപ്പമില്ല, മതി മതി മതി. പോകാൻ പറ്റുമോ? ആനയുണ്ടോ? ഓ കണ്ടോ? കണ്ടില്ലോ? ഓ അങ്ങടെ ചേർക്കല്ലേ ഏട്ടാ, അങ്ങാട് ചേർക്കല്ലേ. കുമ്പത്തായിട്ടുണ്ട് ഏകദേശം. അതിനെ കണ്ടില്ല, അപ്പൊ കാണാൻ ചാൻസ് ഇല്ല. അറിയാൻ പറ്റും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാമെന്നല്ലേ. കണ്ടില്ലാന്നോ അവരും പറഞ്ഞല്ലോ. കുട്ടികളല്ലല്ലോ. ചോദിക്കാം ആന ഉണ്ടായില്ല എന്നുള്ളത്. ആനയുണ്ടോ? ഇല്ല. 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 ആ ഇല്ല. ആനയില്ലല്ലേ? ഇല്ല. വണ്ടി അങ്ങോട്ട് പോയതാ. ആനയില്ലെന്നാ മാമലോണ്ടി. നമ്മളാണോ? ആ പുത്ര അതാണ് വെല്ലിച്ചേട്ടൻ. ആനക്കുട്ട ഒന്ന് ദൂരത്തുനിന്ന് വരുമോ? അടുത്തേക്ക് വരണ്ട. കുടുംബിരിക്കുട്ടൻ. അത് കടത്തുന്നവരൊക്കെ കാണാം. നാട്ടുകാർക്ക് എല്ലായിടത്തും കയറാം. ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെയാണ് പല ടൈപ്പ് ടീമുകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ എന്റെ പേര് മാറിയാട്ടി വന്നപ്പോ കാട്ടിന്റെ ഉള്ളില് ഒരു ഏരിയ കിടക്കണേ നമുക്ക് പോയി കിടക്കാറുണ്ട്. വലിയ സെറ്റ് അതേമാതിരി വീടൊന്നും വലിയ സെറ്റില്ലെന്നുള്ളൂ. അതേ മറ്റേ മാവിൻചോട് താഴെ മാമലക്കണ്ടത്തിൽ തന്നെ
അവിടെ ഉണ്ട് ഒരാളിയമ്പുള്ളി. ഞാൻ ഒരു ദിവസം വരാം കേട്ടോ. അതെ. ഞാനും വരാം, ഞാൻ റെഡിയാണ്. എനിക്ക് ആന പക്ഷെ അമ്മയുടെ ഞാനും കേട്ടോ, എന്നെ കൊണ്ടുപോണേ, ഞാനും വരാം. ഞാൻ ഉദ്ദേശിച്ചപ്പോൾ നീ നിന്റെ വഴിക്ക് വിട്ടോളൂ. വെട്ടിക്കെട്ട് സാധനം നാടനുണ്ടായിരുന്നു. രണ്ടെണ്ണം ഉണ്ട് എനിക്കറിയാം. പുള്ളിയുടെ ഇപ്പോഴും ഉണ്ട്. പറമ്പിലായിരുന്നു എന്റെ. ആയാട്ടുണ്ട്. കൊടുത്തെന്ന് പറയാം. വിൽക്കാലേ വിൽക്കാ പിടിക്കും. പറഞ്ഞ ഇങ്ങനെ റോഡിൽ കൂടെ നടച്ചു നിന്നിട്ട് വണ്ടി കയറി ഞാൻ സൈഡിൽ ഇങ്ങനെ നിന്നൊക്കെ തരും അല്ലേ? ആ രണ്ടെണ്ണം ഉണ്ടല്ലോ. പിന്നെ നൈറ്റ് അപ്പൊ ഇതില് ഉണ്ടാവൂല. അപ്പൊ രാത്രി 12 മണിയൊക്കെ അവിടെ വണ്ടി നിന്നോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ മലയോര ഹൈവേൻ്റെ നൈറ്റ് റൈഡ് വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. സെക്കൻഡ് പാർട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ.